അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ 10 ആണ്. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇത് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തീർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങണം പോയിന്റ്. ഇത് മാത്സ് ജിയോമെട്രിയുടെ ബേസിക്സ് ആണ് ഇതിൽ പറയുന്നത്. ജിയോമെട്രിയുടെ ബേസിക്സ് പോയിന്റ്, ലൈന്, അതുപോലെ തന്നെ ആംഗിൾ എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പോയിന്റ്? ആദ്യം പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട്, അതായത് ഒരു നമ്മൾ പെന്നിൻ്റെ നിപ്പ് കൊണ്ട് ഒരു പേപ്പറിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡോട്ടാണ്, അതിനെ പറയുന്ന പേരാണ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഈ പോയിന്റ് സാധാരണ എന്താണ്, നമ്മൾ ലൊക്കേഷന് വേണ്ടിയിട്ടാണ്, ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റ്, ആ പോയിന്റിൻ്റെ ലൊക്കേഷൻ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ നമ്മളെന്താണ്, ഒരു പോയിന്റ് തന്നാൽ അത് ഇത്ര ലാറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത്, ഇത്ര ലോഞ്ചിറ്റ്യൂഡ് ആണെന്നുള്ളത്, അതായത് മൊത്തത്തിൽ ഒരു ലൊക്കേഷൻ, ഒന്നിൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഒരു പോയിന്റ് ഉപയോഗിക്കുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് അത് ഡിനോട്ട് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ് പോയിന്റ് എന്നുള്ളത്. അത് ലൊക്കേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇനി അടുത്തത് ലൈന്. രണ്ട് പോയിന്റ് വരച്ച് അതിന് രണ്ടിനും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമാണ് ലൈൻ. ആ ലൈനിന് ഒരു പ്രത്യേകത ഉണ്ട്. ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തേക്കും അനന്തമായിട്ട് നീളുന്നു. അപ്പോൾ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിച്ചു, ഈ രണ്ട് ഭാഗത്തേക്കും പിന്നെ എന്താണ്, അനന്തമായിട്ട് ഇൻഫിനിറ്റിലി എന്താകുന്നുണ്ട്, നീണ്ടു കിടക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് അതെന്താവും മാറുന്നത്, ലൈനായി മാറുന്നത്. ഓക്കെ, അപ്പോഴാണ് ഒരു സ്ട്രൈറ്റ് ലൈന് അല്ലെങ്കിൽ ഒരു സിമ്പിളി ഒരു ലൈനായി മാറുന്നത്. രണ്ട് ഭാഗത്തേക്കും അനന്തമായിട്ട് നീളാണെങ്കിലാണ് ഇത് ലൈനായി മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് എ ലൈൻ ഈസ് എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റ്ലി ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, എന്ത് കൊടുക്കണം, ആരോസ് കൊടുക്കണം. രണ്ട് സൈഡിലും എന്ത് വേണം, ആരോസ് കൊടുക്കണം എന്നുള്ളത്. സാധാരണ എന്താണ്, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എന്താവും, AB അല്ലെങ്കിൽ സിംപ്ലി സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ട്, ഒന്നുകിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് AB എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി എന്താണ്, ഒരു മൊത്തത്തിൽ ഒരു L എന്നുള്ള ലൈന് അല്ലെങ്കിൽ M എന്നുള്ള ലൈന് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടും പറയാനുള്ളത്. ഇനി ഒരു പാർട്ട് ഓഫ് ദ ലൈന്, ഇനി ശ്രദ്ധിക്കുക. ഇപ്പം ലൈന് വരച്ചു, ലൈനിൻ്റെ പ്രത്യേകത എന്താണ്, അത് രണ്ട് ഭാഗത്തേക്കും അനന്തമായിട്ട് നീളുന്നതായിരിക്കും ലൈന്. ഇനി ദ പാർട്ട് ഓഫ് ദ ലൈന് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, അതിനാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ മുകളിലത്തെ എക്സാമ്പിൾ, ഇതൊരു വലിയൊരു ലൈനാണ്, അതിൽ AB എന്നുള്ള ഈ പോയിന്റ്സിൻ്റെ ഇടയിലുള്ള ലൈനിൻ്റെ ഭാഗം ഉണ്ടല്ലോ, പാർട്ട് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ടു പോയിന്റ്, ആ പോയിന്റിൻ്റെ ഇടയിലുള്ള ആ ലൈനിൻ്റെ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്, ലൈൻ സെഗ്മെന്റ് എന്ന്. അപ്പം ലൈൻ സെഗ്മെന്റ് വേറെ, ലൈന് വേറെ. ലൈൻ എന്ന് പറയുമ്പോൾ എന്തേക്കാരം, ഇങ്ങനെ നീണ്ടു പോകുന്ന രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലൈനിൻ്റെ ഭാഗമാണ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ലൈൻ സെഗ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ടു പോയിന്റ്സ് A ആൻഡ് B. നമ്മളിപ്പോൾ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ A എന്നുള്ള B എന്നുള്ള പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ഏറ്റവും നീളം കുറവ് എന്തിനായിരിക്കും, ഈ ലൈൻ സെഗ്മെന്റിനായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ പോയതിനേക്കാട്ട് ഏറ്റവും ഷോർട്ട് ഇതായിരിക്കും എന്ന് പറയണം. അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ ലൈന് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് പറഞ്ഞു. ഇനി റേ എന്ന് പറഞ്ഞാൽ, ഒരു എക്സ് എന്നുള്ള ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് ഒരു ലൈന് വരയ്ക്കാണ്, എന്തിൽ നിന്ന്, എക്സിൽ നിന്ന്. അതെന്താണ്, ഒരു ഡയറക്ഷനിലേക്ക് അനന്തമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ XYയിലേക്ക് വരച്ചു, അങ്ങനെ Y എന്നുള്ള ഭാഗത്തേക്ക് അനന്തമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് റേ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എക്സ് എന്നുള്ള എന്തേക്കാരം, XY എന്നുള്ള റേയുടെ ഇനീഷ്യൽ പോയിന്റ് ആണ് റേ, അല്ല എക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു, ലൈന് പഠിച്ചു, ലൈൻ സെഗ്മെന്റ് പഠിച്ചു, റേയും പഠിച്ചു. ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തേക്കും അനന്തമായിട്ട് പോകുന്നത്, ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അനന്തമായിട്ട് പോകാത്ത ഒരു ലൈനിൻ്റെ ഭാഗമാണ് ലൈൻ സെഗ്മെന്റ്. പിന്നെ റേ എന്ന് പറയുമ്പം ഒരു ഭാഗത്തേക്ക് എന്താകുന്നുണ്ട്, അനന്തമായിട്ട് പോകുന്നുണ്ട്, മറ്റേ ഭാഗം എന്താണ്, ഫിക്സ്ഡ് ആണെന്നുള്ളത്. ഇനി അടുത്തത് പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ടേബിൾ ടോപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പ്ലെയിന്. ഫ്ലോർ ഓഫ് എ റൂം, അതൊരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്, പ്ലെയിൻ ഓൾസോ എക്സ്റ്റെൻഡ് ഇൻഫിനിറ്റിലി ലെങ്ത് വൈസ് ആൻഡ് ബ്രെഡ്ത്ത് വൈസ്. ഈ പ്ലെയിനും എന്താണ്, അങ്ങനെ ഇൻഫിനിറ്റിലി എന്താണ്, ലെങ്ത്തിലും ബ്രെഡ്ത്തിലൊക്കെ നീണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫിനിറ്റിലി നീളുന്ന ഒരു വസ്തുവാണ്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താണ്, പ്ലെയിൻ ആയിട്ടുള്ള ഏത് ഫിഗറും എന്താണ്, പ്ലെയിനിൽ പെടുന്നു.
അപ്പോൾ പ്ലെയിനും പഠിച്ചു, നമ്മളിപ്പോൾ പോയിന്റ് പഠിച്ചു, പിന്നെ അതുപോലെ ലൈൻ സെഗ്മെൻറ്റ്, റേ, പിന്നെ പ്ലെയിന്. ഇനി നമ്മൾ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. നമുക്കൊരു പോയിന്റ്, ഒരു പേപ്പറിൽ ഒരു പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ലൈനുകൾ വരക്കാൻ കഴിയും അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് പറയുന്നത് വി ക്യാൻ ഡ്രോ ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ത്രൂ എ പോയിന്റ്. ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വേറൊരു പോയിന്റ് എടുത്താൽ നമുക്ക് എത്ര ലൈൻ വരയ്ക്കാൻ കഴിയും? അത് ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിലൂടെ നമുക്ക് ഒരുപാട് ലൈൻ വരയ്ക്കാം, ഈ പോയിന്റിലൂടെയും നമുക്ക് ഒരുപാട് ലൈൻ വരയ്ക്കാം. എന്നാൽ ഇത് രണ്ടിലൂടെയും ബന്ധിക്കുന്ന എത്ര പോയിന്റ് വരയ്ക്കാം? ഒരേ ഒരു പോയിന്റാണ് വരയ്ക്കാൻ കഴിയുക. അതാണ് പറയുന്നത് വി കൺക്ലൂഡ് വൺ ആൻഡ് ഓൺലി വൺ ലൈൻ ക്യാൻ ബി ഡ്രോൺ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ്. 2 പോയിന്റിലൂടെ പാസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ലൈനാണ് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. ഇനി 3 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ 3 പോയിന്റിലൂടെയും ഒരു ലൈൻ സെഗ്മെന്റ് പാസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ലൈനിനെ പാസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ 3 പോയിന്റിലൂടെയും കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ 2 പോയിന്റിലേ ടച്ച് ചെയ്തിട്ടുള്ളൂ, 3ാമത്തെ പോയിന്റ് ടച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ 2 സന്ദർഭങ്ങൾ ഉണ്ടാകും. ഒരു 3 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, 3 അതിലധികം പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ആ 3 പോയിന്റിനെയും ബന്ധിപ്പിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ കഴിയില്ല. 3 ലൈനിനെയോ അല്ലെങ്കിൽ 3ലധികം ലൈനിനെയോ ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കാൻ കഴിയില്ല. ഇനി അതാണ് ശ്രദ്ധിച്ചത്, ഇഫ് എ ലൈൻ കാൻ പാസ് ത്രൂ 3 or more പോയിന്റ്സ്, 3 അതിലധികമോ പോയിന്റിന് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഒരു ലൈന് വരയ്ക്കാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ലൈനിന് പാസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ പോയിന്റുകൾ എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും, അത് നേർരേഖയിലുള്ള പോയിന്റുകളായിരിക്കും. ഓക്കെ അല്ലേ? ആദ്യത്തെ എക്സാമ്പിൾ ഇതെന്താണ്? കൊളീനിയർ പോയിന്റ്സ് ആണ്. കൊളീനിയർ പോയിന്റ്സ് ആണ് ഒരേ ലൈനിൽ സംഭവിക്കുന്ന പോയിന്റ്സ്. ഇനി അങ്ങനെ ലൈനിന് പാസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഓക്കെ, 3 അതിലധികമോ പോയിന്റിലൂടെ പാസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ അതെന്താണ്? നോൺ കൊളീനിയർ ആണ് എന്നുള്ളത്. ഓക്കെ, ആ പോയിന്റ്സ് നോൺ കൊളീനിയർ പോയിന്റ്സ് ആയിരിക്കും. നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അത് നേർരേഖയിൽ സംഭവിക്കുന്ന പോയിന്റ്സ് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൊളീനിയർ നോൺ കൊളീനിയറിനെ കുറിച്ച് പറയുന്നത് എപ്പോൾ മാത്രമാണ്? ഈ 3 അതിലധികമോ പോയിന്റ്സ് ഉണ്ടാകുമ്പോഴാണ്. കാരണം 2 പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈൻ അതിൽ വരയ്ക്കാൻ കഴിയും. ഓക്കെ അല്ലേ? എന്തായാലും 2 പോയിന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു ലൈനെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ലൈനെങ്കിലും അതിലൂടെ വരയ്ക്കാൻ കഴിയും. ഒരേ ഒരു ലൈനാണ് അതിലൂടെ വരയ്ക്കാൻ കഴിയുക. പക്ഷെ അപ്പോൾ അവിടെ കൊളീനിയർ നോൺ കൊളീനിയർ ഉണ്ടാവില്ല. പക്ഷെ 3 പോയിന്റ് എടുത്താലാണ് ഒന്നുകിൽ ഇത് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ 3 പോയിന്റ് എടുത്താൽ ഇങ്ങനെ പോകുള്ളൂ, അപ്പോൾ ഇതിൽ ടച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇതിനും ടച്ച് ചെയ്യില്ല. ഓക്കെ, 2 പോയിന്റ് എടുത്താൽ എങ്ങനെയാണെങ്കിലും ഒരു ലൈനിനെ നമുക്ക് അതിലൂടെ വരയ്ക്കാൻ കഴിയുന്നുള്ളത് ടച്ച് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? അപ്പം കൊളീനിയർ പോയിന്റും പഠിച്ചു, നോൺ കൊളീനിയർ പോയിന്റുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എക്സാമ്പിളിലേക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് ലൈനുകൾ എടുക്കുക. 2 വ്യത്യസ്തമായിട്ട് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കുക. ഈ ഫിഗർ 10.10 അതൊന്നാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കാം, ഹൗ മെനി പോയിന്റ്സ് ക്യാൻ ദേ ഹാവ് ഇൻ കോമൺ? ഈ 2 ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ എത്ര പോയിന്റ് ആണ് കോമൺ ആയിട്ട് അവയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ 1 പോയിന്റ് ഇൻ കോമൺ. ഇപ്പോൾ ഫസ്റ്റത്തെ 2 എക്സാമ്പിൾ പോലെ 10A-യിലും B-യിലുള്ള പോലെ ഇതിലും ഒരു പോയിന്റ് കോമൺ ആണ്. കാരണം ഇവിടെ ഒരു പോയിന്റ് കോമൺ ആണ്, ഇത് രണ്ടിനെയും ടച്ച് ചെയ്യുന്ന. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കോമൺ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ കോമൺ ആയതുണ്ടാകാം. അങ്ങനെ കോമൺ ആണെങ്കിൽ അവർക്ക് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു പോയിന്റ് കോമൺ ആണെങ്കിൽ, 2 ലൈനുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കോമൺ ആണെങ്കിൽ ആ ലൈനുകൾക്ക് പറയുന്ന പേരാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇത് കൂട്ടിമുട്ടുന്ന ലൈനുകൾ. ഇനി ഒരു പോയിന്റും കോമൺ ആയിരിക്കില്ല. രണ്ടാമത്തെ കേസ്, ഒരു പോയിന്റും കോമൺ ആയിരിക്കില്ല. അങ്ങനത്തെ കേസിൽ അവർക്ക് പറയുന്ന പേരാണ് പാരലൽ ലൈൻസ്, സമാന്തര രേഖകൾ എന്നുള്ളത്. നമുക്കിവിടെ രണ്ടാമത്തെ കേസ് ഇതാണ്. ഇത് രണ്ടും ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഈ രണ്ടാമത്തെ കേസ് ഇൻ്റർസെക്റ്റിംഗ് അല്ല, പാരലൽ ലൈൻസ് ആണ്. കാരണം ഇത് അനന്തമായിട്ട് ഇങ്ങനെ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അവ ഒരിക്കലും കൂട്ടിമുട്ടൂല എന്നുള്ളത്. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസും പറഞ്ഞു, ഇനി പാരലൽ ലൈൻസും പറഞ്ഞു. ഇപ്പോൾ 2 ലൈനുകളുടെ ഇതിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി 3 ലൈനുകൾ എടുത്താൽ, 3 അതിലധികമോ ലൈനുകൾ എടുത്തു കഴിഞ്ഞാലുള്ള കണ്ടീഷൻസ് പറയാം. ഈ 3 അതിലധികമോ ലൈനുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പോസിബിലിറ്റീസ് നോക്കുക. ഒന്നെന്തായിരിക്കാം?
ദേ മേ ഇൻ്റർസെക്റ്റ് ഇൻ മോർ ദാൻ വൺ പോയിന്റ്. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ അവ എന്താ മീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് മീറ്റ് ചെയ്തിട്ടുണ്ട്, 3 പോയിന്റുകളിലായിട്ടാണ് അവ മീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ അവ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയാണെങ്കിലും 2 പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ഇതും എന്താണ്, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്തതാണ്. രണ്ടാമത് എന്താണ്, ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒറ്റ പോയിന്റിൽ മാത്രമാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലൈനുകൾക്ക് പറയുന്ന പേരാണ് കൺകറന്റ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഈ സി എന്നുള്ള എക്സാമ്പിൾ നോക്കുക. ഇതെന്താണ്, പരസ്പരം ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഇതൊക്കെ എന്താണ്, ഒരൊറ്റ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒറ്റ പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന ലൈനുകൾക്ക് പറയുന്ന പേരാണ് കൺകറന്റ് ലൈൻസ് എന്നുള്ളത്. ഇനി എന്താകാം, ദേ മേ ബി നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് പാരലൽ ഈച്ച് അതർ. എന്തായിരിക്കാം, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കാം, അതായത് പാരലൽ ആയിരിക്കാം എന്നുള്ളത്. ഇങ്ങനെ പരസ്പരം പാരലായി പോകുന്ന, എവിടെയും കണ്ടുമുട്ടാത്ത ലൈനുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് പഠിച്ചു, പാരലൽ ലൈൻസ് പറഞ്ഞു, കോൺകറന്റ് ലൈൻസും പറഞ്ഞു. ഓക്കെ, അപ്പോൾ പോയിന്റ് പഠിഞ്ഞു, ലൈന് പറഞ്ഞു, റേയും പറഞ്ഞു, പ്ലെയിന് പറഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ചൊക്കെ പ്രത്യേകതകളും പറഞ്ഞു. ഇനി ആംഗിളിലേക്ക് കിടക്കുകയാണ്. എന്താണ് ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് എന്താക്കി 2 റേ വരച്ച്, അങ്ങനെ വരച്ച് കിട്ടുന്ന ഫിഗറിനാണ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദിസ് ആൻ ആംഗിൾ ഈസ് എ ഫിഗർ കൺസിസ്റ്റിംഗ് ഓഫ് 2 റേസ്. 2 റേകൾ ഉണ്ടാവും, സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 റേകൾ ഉണ്ടാക്കുന്ന ഒരു ഫിഗറിനാണ് എന്ത് പറയാം, ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഈ ആംഗിൾ നമുക്ക് വ്യത്യസ്ത AOB എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ BOA എന്ന് കൊടുക്കാം. നേരെ തിരിച്ചാൽ സിംപ്ലി ആംഗിൾ O എന്നും കൊടുക്കാം. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് അതിനെ എഴുതാറ് എന്നുള്ളത്. ഇനി ആ ആംഗിൾ മെഷർ ചെയ്യപ്പെടുന്ന ഡിഗ്രിയിലാണ്. ഇനി നമ്മൾ ഒരു പോയിന്റ് എടുത്തു, 2 റേകൾ വരച്ചു. ഫ്രം ഇറ്റ്സ് ഒരു പോയിന്റ് എടുത്തിട്ട് 2 റേകൾ എന്തായി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 2 റേകൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഈസ് റിട്ടൺ ആസ് 180. അതിപ്പോൾ ഒരു പോയിന്റ് എടുത്തു, നമുക്കറിയാം ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിൾ എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് 2 റേകൾ വരച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന ഫിഗറാണ് ആംഗിൾ എന്ന് പറയാം. ഇനി നമ്മളെന്തായി, ഒരു പോയിന്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 2 റേകൾ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആംഗിളാണ് 180 ഡിഗ്രി ആംഗിളാണ്. അത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡിഗ്രി ആംഗിൾ ആയിരിക്കും ഉള്ളത്. ഈ 180 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ 180 ഈക്വൽ പാർട്ടിലേക്ക് അത് വിഭജിക്കപ്പെട്ടത്, ഓരോ പാർട്ടും ഓരോ ഡിഗ്രി ആയിരിക്കും ഉള്ളത്. അത് എഴുതുന്നത് 1 ഡിഗ്രി എന്നുള്ളത്. ഇനി ഇങ്ങനെയുള്ള ആംഗിൾ ഒബ്റ്റെയിൻഡ് ബൈ 2 ഓപ്പോസിറ്റ് റേസ്. ഇങ്ങനെ 2 ഓപ്പോസിറ്റ് റേയിലേക്ക് പോകുന്ന റേകൾ ഉണ്ടാക്കുന്ന ആംഗിളിന് പറയുന്ന പേരെന്താണ്, സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. അതായത് മുകളിൽ പറഞ്ഞ 180 ഡിഗ്രി ആംഗിളിന് പറയുന്ന പേരെന്താണ്, സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. അതൊരു പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 2 റേകൾ വരച്ചുണ്ടാകുന്ന ആംഗിളിന് പറയുന്ന പേരെന്താണ്, സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ്. ഇനി 90 ഡിഗ്രി ആംഗിളിന് പറയുന്ന പേരെന്താണ്, റൈറ്റ് ആംഗിൾ എന്നാണ്. അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആംഗിൾ AOBയും അതുപോലെ തന്നെ AOB ഉണ്ട്, POC ഒക്കെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, റൈറ്റ് ആംഗിൾ ആണ്. ഇനി ഇവിടെ 2 ലൈൻസ് ഓർ റേസ് മേക്കിംഗ് എ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കുന്ന 2 റേകൾ എന്തേക്കാരം, പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കും, പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കിയത് 2 ലൈൻ ഉണ്ട്, OB എന്നുള്ള ലൈനും OA എന്നുള്ള ലൈനും. ഈ 2 ലൈനുകളും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇപ്പോൾ OA എന്നുള്ളതിന് പെർപെൻഡിക്കുലർ ആണ് OB എന്നുള്ളത്, ഇനി OB എന്നുള്ളതിന് പെർപെൻഡിക്കുലർ ആണ് OA എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളത്. അതാണ് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്, അവ രണ്ടും പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് എന്നുള്ളത്. ഇനി 90 ഡിഗ്രികൾ കുറഞ്ഞ ആംഗിളിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇനി 90 ഡിഗ്രിയേക്കാൾ കൂടിയതും 180നേക്കാൾ കുറഞ്ഞതിനും പറയുന്ന പേര് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഏതൊക്കെ പറഞ്ഞു, ഒന്ന് അക്യൂട്ട് ആംഗിൾ, 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ആംഗിളിനാണ് അക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രിക്ക് റൈറ്റ് ആംഗിൾ, 90 ഡിഗ്രിക്ക് മുകളിലും 180 ഡിഗ്രിക്കും അടിയിലുമാണെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി 180 ഡിഗ്രി ആണെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലിന് നമുക്ക് പഠിക്കാം. ഓക്കെ, റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയും 180 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിൾ ആണെങ്കിൽ. അപ്പം ഇനി നമ്മൾ അടുത്ത ഒരു സബ്ഹെഡിങ് ആണ് പേഴ്സ് ഓഫ് ആംഗിൾസിലേക്കാണ് പോകുന്നത്. ജോഡികൾ, ആംഗിളിൻ്റെ ജോഡികൾ എന്നുള്ള അർത്ഥത്തിന്. അപ്പം ആദ്യം നമ്മൾ
ഒരു അഡ്ജസൻറ്റ് ആംഗിൾസിന് പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, ഈച്ച് പെയർ ഹാസ് എ കോമൺ വേർട്ടെക്സും ഒരു കോമൺ ആമും കോമൺ സൈഡും ഉള്ള രണ്ട് ആംഗിളുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന്. അപ്പോൾ ഒരു അഡ്ജസൻറ്റ് ആംഗിൾസ് ആകണ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ ഇവിടെ ഇതൊരു ആംഗിളാണ്, ഇത് വേറൊരു ആംഗിളാണ്. അപ്പോൾ അതിന് അഡ്ജസൻറ്റ് ആംഗിൾ ആകാനുള്ള കണ്ടീഷൻ കോമൺ വേർട്ടെക്സ് ആയിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ വേർട്ടെക്സ് O എന്നുള്ള വേർട്ടെക്സ് കോമൺ ആണ്, പിന്നെ കോമൺ ആമും ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് ഇത് അഡ്ജസൻറ്റ് ആംഗിളുകളായി മാറുന്നത്. ഇവിടെയും കോമൺ വേർട്ടെക്സും കോമൺ ആമും ഉണ്ടായിരിക്കണം. ഇവിടെ കോമൺ അല്ലാത്ത ആം എന്തായിരിക്കണം? ഈ കോമൺ ആമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിരിക്കുകയും വേണമെന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ കണ്ടീഷൻസ് എന്താണ്? കോമൺ വേർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ സൈഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോമൺ ആം. ഓക്കെ, സൈഡ് കോമൺ ആം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് എന്നുള്ളത്. ഇനി അടുത്ത, അപ്പോൾ പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് പറഞ്ഞു. ഇനി അടുത്ത ഒരു പെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആംഗിൾസ് നമ്മൾ ഈ ഫിഗറിൽ കൊടുത്ത ആംഗിൾസ് 54 36 കൂട്ടിയാൽ 90 70 20 കൂട്ടിയാൽ 90. ഇങ്ങനെ 90 വരുന്ന ആംഗിൾസ്, എ പെയർ ഓഫ് ആംഗിൾസ് ഹൂസ് സം ഈസ് 90 കോൾഡ് പെയർ ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. അത് പരസ്പരം എന്തായിക്കാരം? കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും, മറ്റുള്ളതിന് കോംപ്ലിമെൻ്റ് ആയിരിക്കും ഓരോ ആംഗിളും. അതായത് രണ്ട് ആംഗിളുകൾ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിളുകളുടെ തുക എന്താണ്? 90 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ആംഗിളുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഓക്കെ അല്ലേ? അപ്പം അഡ്ജസൻറ്റ് ആംഗിൾ എന്തായിരിക്കണം? അഡ്ജസൻറ്റ് ആംഗിളിന് കോമൺ വേർട്ടെക്സ്. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഉദാഹരണത്തിന് 10.16 ഈ ആംഗിളും ഈ ആംഗിളും അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ്. പക്ഷേ ഇതും എന്തല്ല? അഡ്ജസൻറ്റ് ആംഗിൾസ് അല്ല. ഓക്കെ, പക്ഷേ ഈ ആംഗിളും ഈ ആംഗിളും പരസ്പരം കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്? കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾസ് ആണെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഇതിലുള്ളത് പോലെ അതിന് കോമൺ വേർട്ടെക്സ് വേണം, ഒരു കോമൺ സൈഡും വേണം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇപ്പം എന്താണ്? ഇതും അഡ്ജസൻറ്റ് ആംഗിൾസ് അല്ല, ബട്ട് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ആംഗിൾസിന് ഉദാഹരണങ്ങളാണ് 54 36, അതുപോലെ തന്നെ 70 20 കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ഉദാഹരണം ഇതെന്തിനാണ്? കോംപ്ലിമെൻ്ററി ആംഗിൾ ആകാനും പറ്റും, അതുപോലെ തന്നെ അഡ്ജസൻറ്റ് ആംഗിൾ ആകാനും പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 68 112 180. ഓക്കെ, 100 80 180. അപ്പോൾ ഇതിൽ വരുന്ന പെയർ ഓഫ് ആംഗിൾസ് ഹൂസ് സം ഈസ് 180 ആണെങ്കിൽ അതിന് പറയുന്ന പേര് സപ്ലിമെൻ്ററി ആംഗിൾസ്. 90 ഡിഗ്രി ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്നും 180 ഡിഗ്രി ആണെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നും പറയും. സപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആണ് മറ്റിൻ്റെ സപ്ലിമെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? ഇത് സപ്ലിമെൻ്ററി ആംഗിൾസും ആണ്, അതുപോലെ തന്നെ എന്തുമാണ്? അഡ്ജസൻറ്റ് ആംഗിൾസും ആണ്. ഓക്കെ അല്ലേ? ഇത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇനി നമ്മളൊരു ലൈന് വരച്ചു, AB എന്നുള്ള ലൈന് വരച്ചു, ഒരു പോയിന്റ് C അടയാളപ്പെടുത്തി, അതിൽ നിന്ന് എന്തായി? CD എന്നുള്ള ഒരു റേ വരച്ചു. അങ്ങനെ രണ്ട് ആംഗിൾ ഉണ്ടാക്കി, എക്സും വൈയും ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സും വൈയും ആഡ് ചെയ്യാൻ മെഷർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി കിട്ടുന്ന ആംഗിളുകൾക്ക് പറയുന്ന പേരെന്താണ്? ഇവിടെ നമ്മൾ പഠിച്ചു, അത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഈ കണ്ടീഷനിൽ ഇവ രണ്ടും എന്താണ്? അത് അഡ്ജസൻറ്റ് ആംഗിൾസുമാണ്. ഇനി അങ്ങനെ ഒരു ലൈൻ, ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, ഒരു ലൈനിൽ ഒരു റേ വരക്കുകയാണെങ്കിൽ ദെൻ ദ സം ഓഫ് ടു അഡ്ജസൻറ്റ് ആംഗിൾസ്, ഈ രണ്ട് അഡ്ജസൻറ്റ് ആംഗിളിൻ്റെ സം എന്തായിരിക്കും? അങ്ങനെ ഉണ്ടാകുന്നത് 180 ആയിരിക്കും. ഇതിൻ്റെ സമ്മ്, അതായത് ഒരു ലൈനിൽ ഒരു റേ വരച്ചിട്ട് ഉണ്ടാകുന്ന രണ്ട് ആംഗിളിൻ്റെ സമ്മ് 180 ആയിരിക്കും. അതായത് അത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും. അങ്ങനെ എന്താണ്? അങ്ങനെ ഈ പെയർ ഓഫ് ആംഗിൾസിന് പറയുന്ന ഒരു പേരുണ്ട്. ഇങ്ങനെ ഒരു ലൈനിൽ റേ വരച്ചിട്ടുണ്ടാകുന്ന ആംഗിളിൻ്റെ സമ്മ് 180 ആയിരിക്കും. ആ ആംഗിൾസിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ദേ ഓൾസോ മേക്ക് സപ്ലിമെൻ്ററി ആംഗിൾസും ആണ്. അതിന് പുറമെ എന്താണ്? അതിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് വരച്ചാൽ എങ്ങനെയും വരാം. അപ്പോൾ ഇത് രണ്ടും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്, പക്ഷേ എന്തല്ല? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് അല്ല. ഇത് പക്ഷേ എന്താണ്? ലീനിയർ പെയർ ഓഫ് ആംഗിൾ ആണ്. കാരണം ഒരു ലൈനിൽ ഒരു ഇത് വരച്ചിട്ടുണ്ട്, ഒരു റേ വരച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാകുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുന്ന ആംഗിൾസിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്തുമായിരിക്കും? സപ്ലിമെൻ്ററി ആംഗിൾസും കൂടി ആയിരിക്കും എന്നുള്ളത്. എല്ലാ സപ്ലിമെൻ്ററി ആംഗിൾസും എന്താണെന്നില്ല? ലീനിയർ പെയർ ആകണം എന്നില്ല. ഓക്കെ അല്ലേ? എല്ലാ ലീനിയർ പെയറും എന്തായിരിക്കും?
സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും എന്നുള്ളത്. ഇനി ഡ്രോ ടു ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്റ്റിംഗ് ഈച്ച് അതർ അറ്റ് ഒ. ഇനി രണ്ട് ലൈന് വരച്ചിട്ട് നമ്മളെന്താണ് ഒരു ഇൻ്റർസെക്റ്റിംഗ് ലൈന് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത് എന്നുള്ളതും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ആംഗിളും. അതായത് ആംഗിൾ എ ഒ സി എന്നുള്ളത് DOB എന്നുള്ളതും എന്താണ് ആംഗിൾസ് ഓപ്പോസിറ്റ് ഈച്ച് അതറാണ്. അപ്പോൾ ഇതെന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇതിന് പറയുന്നത്. അതായത് AOCയും അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ് DOB എന്നുള്ളത്. ഓക്കെ, അതിന് പറയുന്ന പേരെന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇങ്ങനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ അല്ലേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കും. ഇനി വേറൊരു വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണെന്ത് AODയും അതുപോലെ COBയും, അതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അവയും എന്താണ് തുല്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് ടു ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ ദ പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ, പെയർ ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. എ ലൈൻ വിച്ച് ഇന്റർസെക്ട് ടു ഓർ മോർ ലൈൻസ് അറ്റ് എ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ രണ്ട് ലൈനുകളുണ്ട്, ആ ലൈനുകളെ വ്യത്യസ്ത Q എന്നുള്ള പോയിന്റിലും P എന്നുള്ള പോയിന്റിലും ബന്ധിക്കുന്ന ഒരു ലൈനാണ് ഈ L എന്നുള്ള ലൈൻ. ഓക്കെ, അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിന്റെ പേരെന്താണ് L എന്നാണ്. ഈ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഇവിടെ 3 ലൈൻ ഉണ്ട്, ഇവിടെ 3 ലൈനുകൾ വ്യത്യസ്ത പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ്, ഈ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. അതുപോലെ തന്നെ ഈ ഫിഗറിൽ ഇതാണ് ട്രാൻസ്വേഴ്സൽ. ഇനി വെൻ എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു ലൈൻസ്, രണ്ട് ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 8 ആംഗിളുകൾ രൂപപ്പെടും. ഓക്കെ, ശ്രദ്ധിക്കുക, 8 ആംഗിളാണ് ഒരു ട്രാൻസ്വേഴ്സൽ. രണ്ട് ലൈനുകൾ 3 ലൈനാകുമ്പോൾ കൂടും, അപ്പോൾ 2 ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ 8 ആംഗിളുകൾ രൂപപ്പെടും. 1 2 3 4 5 6 7 8 അങ്ങനെ 8 ആംഗിളുകൾ രൂപപ്പെടും. അപ്പോൾ ഈ ആംഗിൾസ് എന്താണ്, നമ്മൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ ആംഗിൾസ് നമ്മളിപ്പോൾ രണ്ട് ലൈനുകളെ മൊത്തത്തിൽ ഇപ്പോൾ 2 ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 8 ആംഗിൾ രൂപപ്പെടും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ആംഗിളുകൾക്ക് പ്രത്യേകത ഉണ്ട്. എപ്പോൾ ഈ 2 ലൈനുകൾ പാരലൽ ആണെങ്കിൽ ഇതിന് ഒരുപാട് ഈ ആംഗിളുകൾക്ക് പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ആംഗിളുകൾ നോക്കാം. അങ്ങനെ 8 ആംഗിളുകൾ ഉണ്ടാകും, ആ ആംഗിളുകളുടെ പേരെന്തൊക്കെയാണ് നോക്കാം. ഈ 1ഉം 5ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്, 1ഉം 5ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ 2ഉം 6ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 3ഉം 7ഉം കറസ്പോണ്ടിങ് ആംഗിൾസ്, 4ഉം 8ഉം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ആംഗിൾസിൻ്റെ കൂട്ടാണ് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഇങ്ങനെ 2 ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ 8 ആംഗിൾ ഉണ്ടാവും. ആംഗിളുടെ ചെറിയ പേരുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ആംഗിളാണ് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഇങ്ങനെ 8 ആംഗിളുകൾ 4 പെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിക്കാരം. ഇതൊരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിളാണ്. 2ഉം 6ഉം വേറെ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിളാണ്. 3ഉം 7ഉം വേറെ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിളാണ്. 4ഉം 8ഉം അങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പൊസിഷൻ മനസ്സിലായില്ലേ, ഒന്ന് ഈ ലൈനിൻ്റെ മുകളിലും മറ്റേ ലൈനിൻ്റെ മുകളിലും ഒരേ സൈഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ലൈനിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരേ സൈഡിൽ വരുന്നതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ഇവിടെ ആണെങ്കിലും മുകളിലാണ്, ഇവിടെ ആണെങ്കിൽ അടിയിലാകും, ഇവിടെ ആണെങ്കിലും അടിയിലാകും. അപ്പം 2 ലൈനുകളുടെ അടിയിലോ മുകളിലോ ആയിട്ട് ഒരേ സൈഡിൽ വരുന്ന ആംഗിളുകൾ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഒരു ആംഗിൾ മുകളിലാണെങ്കിൽ മറ്റേ ആംഗിളും മുകളിലാണ്, ഒരു ആംഗിൾ ഒരേ സൈഡിലാണെങ്കിൽ മറ്റേ ആംഗിളും അതേ സൈഡിലാവണം. അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ കണ്ടീഷൻ. ഇനി അടുത്ത പെയർ ഏതാണ്, പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് പറയുമ്പം ഇതിൽ പറയുന്നത് 3ഉം 6ഉം അതുപോലെ തന്നെ 4ഉം 5ഉം ഓൾട്ടർനേറ്റീവ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ആംഗിൾസ് 4ഉം 5ഉം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. പക്ഷേ ഇതിന് നമ്മൾ എക്സ്റ്റേണൽ, ഇപ്പോൾ സാധാരണ ഇതിന് പറയുന്ന പേര് ഇന്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അതായത് 2 ലൈനുകളുടെ ഉള്ളിലായിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. നമ്മൾ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് പരിഗണിക്കുന്നത് സാധാരണ രീതിയിൽ ഇന്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസിനെയാണ്. അപ്പം 3ഉം 6ഉം ഇന്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്, 4ഉം 5ഉം ഇന്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണെന്നുള്ളത്. ഇനി വേറെ പറയുന്നത്
ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു, ഇൻറ്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസിനെ പറഞ്ഞു. ഇനി വേറെ പ്രത്യേകതയാണത്, വേറൊരു പെയർ ഓഫ് ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡിൽ വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ്, ഇതും 4ഉം 6ഉം അല്ലെങ്കിൽ 3ഉം 5ഉം. ഓക്കെ, അപ്പോൾ അതൊക്കെ പേരുകൾ ഇതിൻ്റെ 3ഉം 5ഉം ഒരേ ലൈനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ 4ഉം 6ഉം ഒരേ സൈഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഒന്ന് കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചു, ഇൻറ്റീരിയർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് പഠിച്ചു, ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിനും പഠിച്ചു. ഇനി അത് പാരലൽ ആവുമ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളതാണ് എന്താണെന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാരലൽ അല്ലെങ്കിൽ അവിടെ എന്താണില്ല, ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമെന്നില്ല, റിലേഷൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അത് രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ, ഇവിടെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും, ഒരുപാട് റിലേഷൻസ് ഉണ്ടാകും ഈ ആംഗിളുകൾക്കിടയിൽ. അതാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. However, when lines are parallel, there are some very useful relations in this space which we study in the following. Okay, അത് നമ്മൾ പഠിക്കുന്നത്. അതാണ് പഠിക്കാൻ നമ്മൾ തുടങ്ങുകയാണ്. When a transversal intersect two parallel lines, രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ 8 angles ഫോം, 8 angles ഉണ്ടാക്കും. വാട്ടെവർ ബി ദ പൊസിഷൻ ഓഫ് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ദ ട്രാൻസ്വേഴ്സൽ. പാരലൽ ലൈൻസ് എവിടെ കിടക്കുകയാണെങ്കിലും അത് എങ്ങനെയാണെങ്കിലും ഒരു ട്രാൻസ്വേഴ്സിൽ അവയെ മീറ്റ് ചെയ്യുമ്പോൾ 8 ആംഗിളുകൾ ഉണ്ടാക്കും. 1 2 3 4 5 5 6 7 8. ഓക്കെ, അങ്ങനെ 8 ആംഗിളുകൾ ഉണ്ടാക്കുന്നുള്ളത്. അതാണിത്. ഉണ്ടോ, ഇതൊരു പൊസിഷനാണ്, ഇത് വേറൊരു പൊസിഷനാണ്. എങ്ങനെയാണെങ്കിലും ആംഗിൾ ഉണ്ടാക്കും. ഇനി നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം. ഇനി 1ഉം 5ഉം ഈക്വൽ ആയിരിക്കും അല്ലേ ഇവിടെ, അതായത് കറസ്പോണ്ടിങ് ആംഗിളാണ്. 1ഉം 5ഉം ഈക്വലാണ്. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 6ഉം ഈക്വൽ ആയിരിക്കും, 3ഉം 7ഉം ഈക്വൽ ആയിരിക്കും, 4ഉം 8ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. അത് 4 പെയറും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ആംഗിൾസ് ഇൻ ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് 1 ഈക്വൽ ആയിരിക്കും 5നോട്, 2 ഈക്വൽ ആയിരിക്കും 6നോട്, 3 ഈക്വൽ ആയിരിക്കും 7നോട്, 4 ഈക്വൽ ആയിരിക്കും 8നോട്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് എപ്പോഴേ, ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ പാരലൽ ലൈൻസിനെ തന്നെ മീറ്റ് ചെയ്യണം. ഓക്കെ, പാരലൽ അല്ലെങ്കിൽ ഈ പ്രത്യേകത ഉണ്ടാവുക, പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് ആംഗിൾസ് ഇൻ ഈച്ച് പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ, അതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എങ്ങനെ പറയുന്നത്, ഇപ്പോൾ 3ഉം 6ഉം 4ഉം 5ഉം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് 3 = 6, 4 = 5. അപ്പോൾ ആംഗിൾസ് ഇൻ ഈച്ച് പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി വേറെ മൂന്നാമത്തെ പ്രത്യേകത, 3ഉം 5ഉം കൂട്ടിയാൽ 180, 4ഉം 6ഉം കൂട്ടിയാൽ 180. അതായത് 3ഉം 5ഉം ഇവിടെ, ഇത് 4ഉം 6ഉം 180. അപ്പോൾ എന്ത് കിട്ടി, മൂന്നാമത്. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റീവ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിൽ 180 ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, 180 ആയിരിക്കും. ഓക്കെ അല്ലേ, 180 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഏതാണ്, വെൻ എ ട്രാൻസ്വേഴ്സൽ intersect two parallel lines, then angles in each pair of corresponding angles equal ആയിരിക്കും, each pair of alternative angles equal ആയിരിക്കും. പിന്നെ each pair of interior angles on the same side of transversal are supplementary, അതായത് 180 ആയിരിക്കും. അത് ഒരേ ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡിലുള്ള ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മളെന്താ പറഞ്ഞത്, ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തം 8 ആംഗിളുകൾ ഉണ്ടാവും എന്നുള്ളതും, ആ 8 ആംഗിളുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിന് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ കൺവേഴ്സ്, അതായത് എന്താണ് കൺവേഴ്സ് പറയുക, അപ്പോൾ അങ്ങനെ ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും, ഇത് സപ്ലിമെൻ്ററി ആയിരിക്കും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഇത് പറയുകയാണ്, അതായത്
ഇങ്ങനെ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം ട്രാൻസ്ഫർ സപ്ലിമെന്ററി ആണെങ്കിൽ ആ രണ്ട് ലൈനുകൾ എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും എന്നുള്ളതാണ് കൺവേഴ്സ്. ഓക്കെ, അതിന് കൺവേഴ്സ് എന്ന് പറയാം. അതായത് ഒരു തിയറം പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് പറയുന്ന പേരാണ്, അതായത് നേരെ ഓപ്പോസിറ്റിൽ അതിന് തെളിയിക്കുന്ന പേരാണ് കൺവേഴ്സ് എന്ന് പറയും. അപ്പോൾ കൺവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റിസൾട്ട്സ് ഓൾസോ ട്രൂ, അതും ശരിയായിരിക്കും. അതായത് രണ്ട് ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സിൽ മീറ്റ് ചെയ്യുകയും ആ രണ്ട് ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനുകൾ പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനുകൾ പാരലൽ ആയിരിക്കും. അല്ലെങ്കിൽ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിലെ രണ്ട് ആംഗിൾ സപ്ലിമെന്ററി ആണെങ്കിൽ ആ രണ്ട് ലൈനുകൾ പാരലൽ ആയിരിക്കും. അതെങ്ങനെ തെളിയിക്കാണ്? നമുക്കിപ്പോൾ എന്താണ് രണ്ട് ആംഗിൾ വരയ്ക്കുക. അപ്പോൾ ഇത് എന്ത് ACF എന്നുള്ള ആംഗിളും പിന്നെ CDH എന്നുള്ള ആംഗിളും വരച്ചു. അങ്ങനെ രണ്ടിനെയും 50 ഡിഗ്രി ഇട്ട് കൊടുത്തു. രണ്ടിനും 50 ഡിഗ്രി, ഇതിനും 50 ഡിഗ്രി, ഇതിനും 50 ഡിഗ്രി. ഇനി ഈ CF എന്നുള്ള ആ ലൈനിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ഈ DH എന്നുള്ള ലൈനിനെ ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും എന്താ പറയുക, മീറ്റ് ചെയ്യില്ല. അതായത് ഇത് പാരലായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമായി കഴിഞ്ഞാൽ അവ ഉണ്ടാവുന്ന ലൈൻസ് എന്തായിരിക്കും? എപ്പോഴും പാരലൽ ആയിരിക്കും. അതായത് ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനുകളെ മീറ്റ് ചെയ്യുകയും അതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാവുകയും ചെയ്താൽ ആ രണ്ട് ലൈനുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളതും ഇതുപോലെ തെളിയിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വെൻ എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട്, അതിൻ്റെ കൺവേഴ്സ് പറയാണ്, ഇന്റർസെക്ട് ടു ലൈൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ആംഗിൾസ്, ഇങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനുകൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? എനി പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എനി പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എനി പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സ് സപ്ലിമെന്ററി ആണെങ്കിൽ ദെൻ ദി ടു ലൈൻസ് ആർ പാരലൽ ആയിരിക്കും. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ ആ ലൈന് പാരലൽ ആവും. ഏതെങ്കിലും ഒന്ന് ഉണ്ടാകുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരലൽ ആവുമ്പോൾ പിന്നെ ബാക്കിയൊക്കെ ഉണ്ടാവും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഓറിട്ടത്. ഇനി എക്സാമ്പിളിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതിൽ എക്സാമ്പിൾ 10.1 ചെയ്യുക. ചൂസ് ദ കറക്റ്റ് ആൻസർ ഔട്ട് ഓഫ് ദ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഇൻ ദ ഫോളോയിങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻ ഫിഗർ 10.25 ഒന്നാമത്തെ നോക്കാം. FOD ആൻഡ് BOD ആർ. FODയും ഏതാണ്? BODയും എന്താണ് പറയാണ്? FOD ഏതാണ്? FOD ആൻഡ് BOD എന്താണ്? അത് നമുക്കറിയാം എന്തായിരിക്കും? സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും അല്ലേ? FODയുടെ FODയും BODയും അത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. കാരണം ഇത് രണ്ടൊന്നാണ് 90 ഡിഗ്രി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ അത് കോംപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും. ഇനി COE ആൻഡ് BOE. COE എവിടെയാണ്? COE ആൻഡ് BOE. ഓക്കെ, COEയും BOEയും എന്താണ്? അത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണോ, സപ്ലിമെന്ററി ആംഗിൾസ് ആണോ, ലീനിയർ പെയർ ആംഗിൾസ് ആണോ, അഡ്ജസന്റ് ആംഗിൾസ് ആണോ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും എന്താണ്? അത് അഡ്ജസന്റ് ആംഗിൾസ് ആണുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, അഡ്ജസന്റ് ആംഗിൾസ് ആണ്. കാരണം കോംപ്ലിമെന്ററി ആംഗിൾസ് അല്ല. കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് 90 ആണ്, സപ്ലിമെന്ററി ആംഗിൾസ് ആണ് 180 ആണ്. ലീനിയർ പെയർ പറയുമ്പോൾ 180 ഒരു ലൈനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇതിന് കോമൺ, ഈ രണ്ട് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കോമൺ വേർട്ടെക്സ് ഉണ്ട്, കോമൺ ആമും ഉണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ ശരിക്ക് ചെയ്യട്ടോ എക്സാമ്പിളിലൊക്കെ. ഇനി വാട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ACB എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്രയാണ്? വാട്ട് വാല്യൂ ഓഫ് എക്സ് വിൽ മേക്ക് ACB എ സ്ട്രൈറ്റ് ലൈൻ. ACB എന്നുള്ളതിനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നുള്ളത്. അപ്പം നമുക്കറിയാം ഇവിടെ ഇപ്പം എന്തുണ്ട്? 30 ഉണ്ട്. ബാക്കിയുടെ 180 സ്ട്രൈറ്റ് ലൈൻ വേണ്ടത്. ബാക്കി 30 കുറച്ച് കഴിഞ്ഞാൽ 150 വേണം. ഇപ്പോൾ 2xും xും കൂട്ടിയാൽ 150 വേണമെങ്കിൽ എക്സ് പ്ലസ് 2x ഈസിക്കൽ 3x, 3x ഈസിക്കൽ 150 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? എക്സ് ഈസിക്കൽ 150/3 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 50 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്നുള്ളത്. എക്സാമ്പിളൊക്കെ വളരെ സിമ്പിളായിരിക്കും, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ അതും ഇങ്ങനത്തെ പോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതെല്ലാം ചെയ്തു വരണം. ഓക്കെ,
ഇനി നമുക്ക് ട്രയാങ്കിൾ ടൈപ്സ് പ്രോപ്പർട്ടീസാണ് എടുക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശരിക്കും പഠിച്ചു വരിക. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ വളരെ സിമ്പിളാണ്. ഇതുവരെ പറഞ്ഞ ചാപ്റ്ററിനെക്കാട്ടിലും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ചാപ്റ്ററുകളും സിമ്പിളാണ്. അതൊക്കെ ശരിക്കും പഠിക്കുക, ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഞങ്ങളുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.